കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തീപിടുത്തത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാനും നാശനഷ്ടം എത്രയാണെന്ന് നോക്കാനും ഒക്കെ വിവിധ പരിശോധനകൾ നടക്കുകയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, ഫോറൻസിക് ഉണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്. അങ്ങനെ വിവിധ യൂണിറ്റുകളുടെ പരിശോധനകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കെട്ടിടത്തോട് ചേർന്ന് കുറച്ചു പേരെ, കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കുറച്ചു പേരെ ഞങ്ങൾ കാണുന്നത്. ഇവർ PRC എന്ന തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവർ ഇന്നലെ ഈ അപകടത്തിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ഇന്ന് സാധാരണ പോലെ ജോലിക്ക് വരുന്ന സമയത്ത് വന്നപ്പോൾ കാണുന്നത് ഈ നിലയിൽ കത്തിയമർന്നിരിക്കുന്ന തങ്ങളുടെ സ്ഥാപനമാണ്. 20 വർഷത്തിലേറെയൊക്കെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. തങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് വന്നിരുന്ന, തങ്ങളുടെ വീടിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന സ്ഥാപനം ഈ നിലയിൽ കാണേണ്ടി വന്നതിൻ്റെ വേദനയിലും സങ്കടത്തിലുമാണ്. അതിലപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇനി ഉപജീവനം, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ള ആശങ്ക കൂടിയാണ് ഇവർ പങ്കുവെക്കുന്നത്. ചേച്ചി എത്ര വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ 20 വർഷമായി. ഞാൻ ഫാർമസിസ്റ്റാണ്. ഇതിൽ 20 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? ഞാൻ ഇന്നലെ സൺഡേ ലീവായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്നൊരു 6:30 ആയപ്പോഴാണ്, 7 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഞാൻ കേട്ടത്. അറിയുള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളൊരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓക്കെ, തീർച്ചയായും ആ അവസ്ഥയാണ് നമുക്കറിയാം. ചേച്ചി എടപ്പാളിൽ നിന്നല്ലേ, മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്ന് എല്ലാ ദിവസവും കോഴിക്കോട് നഗരത്തിൽ ഈ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യുന്നയാളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കൂടിയാണ്. അപ്പോൾ അതില്ലാതാകുന്നതിൻ്റെ പ്രയാസം, ഒപ്പം തന്നെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനം ഈ നിലയിൽ കത്തി അമർന്നത് കാണുമ്പോഴുള്ള മാനസിക പ്രയാസമൊക്കെ അവരുടെ കണ്ണിൽ നമ്മൾ കാണുകയാണ്. ചേച്ചി ഇതെപ്പോഴാണ് സംഭവം, എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ? ഇന്നലെ 5:05 സംഭവം. ഇവിടെ എത്ര വർഷമായിട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു? 8 വർഷം. നിങ്ങൾ എത്ര പേരുണ്ട്? 10-22 പേരുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നോ? എന്താണ് ഉണ്ടായെന്ന് ഓർക്കുന്നുണ്ടോ? ആ സമയം ഓർക്കുന്നുണ്ടോ? അവിടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ മേലേന്ന് തീ കത്തുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ആ സമയത്ത് പുറത്തേക്ക് ഓടുമായിരുന്നോ? പുറത്തേക്ക് ഓടിയത്. പുക മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ അന്നേരം ഫസ്റ്റ് തന്നെ. നിങ്ങൾ എത്ര പേര് ആ സമയത്ത് അകത്തുണ്ടായിരുന്നു? ഞങ്ങൾ 5-6 പേരേ ഉള്ളേനു. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റാഫ് കുറവായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റാഫ് കുറവാണ്. കുറേ നേരമായിട്ട് അവർ ഈ സ്ഥാപനത്തോട് ചേർന്നുള്ള ഫുട്പാത്തിൽ എങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ള ആശങ്കയുണ്ട്. ഒപ്പം തന്നെ തങ്ങളുടെ സ്ഥാപനം, അത് സ്വന്തം വീട് പോലെ തന്നെ കണ്ടിരുന്ന സ്ഥാപനം ഈ നിലയ്ക്ക് കത്തി അമർന്നത് കാണുമ്പോഴുള്ള മാനസിക പ്രയാസമെല്ലാം അവരുടെ കണ്ണുകളിൽ വ്യക്തമാണ്. ഏതായാലും ഒരു അപകടം, തീപിടുത്തം, ദുരന്തമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറമേക്ക് കാണുന്ന അതിൻ്റെ മറ്റു വശങ്ങൾക്കപ്പുറത്തേക്കുള്ള ചില ജീവിതങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാവുകയാണ് ഇത്തരം മനുഷ്യർ. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.